മുംബൈയിലെ അന്ധേരി ഈസ്റ്റിലെ ചരിത്രപ്രസിദ്ധമായ കുരിശുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് മുംബൈ പോലീസ് സുരക്ഷ ശക്തമാക്കി. സെന്റ് ജോൺ ദി ഇവാഞ്ചലിസ്റ്റ് ഇടവകയുടെ പരിധിയിലുള്ള കുരിശാണ് 2 ദിവസങ്ങളിലായി അജ്ഞാതർ തകർത്തത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മെയ് 13, 14 തീയതികളിലാണ് കുരിശിന് നേരെ ആക്രമണം നടന്നത്. തുടർന്ന് ഇടവക വികാരി ഫാദർ ആന്റണി ഫെർണാണ്ടസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി സ്വീകരിക്കുകയായിരുന്നു. പ്രദേശത്തെ എല്ലാ കുരിശുകളുടെയും വിവരങ്ങൾ നൽകാൻ പോലീസ് പള്ളിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള പോർച്ചുഗീസ് ഭരണകാലത്തെ ക്രൈസ്തവ പൈതൃകത്തിന്റെ അടയാളങ്ങളാണ് മുംബൈയിലെ ഈ വഴിയോര കുരിശുകൾ. പലതിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അന്ധേരി ഈസ്റ്റ് മേഖലയിലെ കുരിശുകളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. 10,000-കണക്കിന് വിശ്വാസികൾ ദിവസവും പ്രാർത്ഥനയ്ക്കായി എത്തുന്ന കുരിശുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണം ആസൂത്രിതമാണെന്ന് കത്തോലിക്ക സംഘടനകൾ ആരോപിക്കുന്നു. ഇത് കേവലം സാമൂഹിക വിരുദ്ധ പ്രവർത്തനമല്ലെന്നും മതസൗഹാർദ്ദം തകർക്കാനും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഭീതി പടർത്താനുമുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും വാച്ച്ഡോഗ് ഫൗണ്ടേഷൻ ട്രസ്റ്റി ഗോഡ്ഫ്രെ പിമെന്റ പറഞ്ഞു. മുംബൈ അതിരൂപതയ്ക്ക് കീഴിൽ അടുത്ത കാലത്തായി സമാനമായ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഭൂമി തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നതെന്നും ആരോപണമുണ്ട്. 1964 മുൻപ് നിലവിലുള്ള വഴിയോര കുരിശുകൾ പൊളിച്ചു നീക്കരുതെന്ന് ബോംബെ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഉത്തരവുകൾ നിലനിൽക്കുന്നുണ്ട്. അക്രമകാരികളെ ഉടൻ തന്നെ കണ്ടെത്തണമെന്നും ആരാധനാ ചിഹ്നങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ട് മുംബൈയിലെ ക്രൈസ്തവ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്.